അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് മരണത്തോടെയല്ലേ? ആരെങ്കിലും മരണപ്പെടുമ്പോൾ എന്നിൽ സംതൃപ്തനാണെങ്കിൽ, എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ, എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അദ്ഖൽതുഹു ജന്നതി, അവനെ ഞാൻ എന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാ. രണ്ടാമത് അല്ലാഹു അമ്പിയാക്കളോട് പറയുകയാണ്, മല്ലഖിയനി വഹുവ യഖാഫുനി, എന്നെ കണ്ടുമുട്ടുമ്പോൾ അഥവാ മരണപ്പെടുന്ന സമയത്ത് സക്രാത്തിന്റെ ഹാലില് എന്നെ പേടിച്ചുകൊണ്ട് മരണപ്പെടുന്നതെങ്കിൽ ജനബുതുഹു നാരി, എന്റെ നരകത്തിൽ നിന്ന് ഞാൻ അവനെ അകറ്റുന്നതാ. മൂന്നാമത് അല്ലാഹു പറയുകയാണ്, മല്ലഖിയനി വഹുവ യസ്തഹി, ആരെങ്കിലും എന്റെ മുമ്പിൽ വരുന്നതിന് ലജ്ജയോടെ, അല്ലാഹുവിന്റെ മുന്നിലെത്തുന്നതിന് നാണക്കേടോർത്തുകൊണ്ട് പടച്ചവന്റെ മുന്നിൽ എങ്ങനെയാണ് ഞാൻ ഈ ലജ്ജയോടെ മരണപ്പെടുകയാണെങ്കിൽ, അല്ലാഹുവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ, അനസൈതുൽ ഹഫളത ദുനൂബാ, അവൻ ചെയ്ത പാപങ്ങളെ ഹഫളത്തിന്റെ മാലാകമാരിൽ നിന്ന് ഞാൻ മറപ്പിച്ച് കളയുന്നതാ. ഹഫളത്തിന്റെ മലക്കുകളില്ലേ സഹോദരങ്ങളെ, എന്തും എഴുതാൻ, എന്ത് ചിന്തിച്ചാലും, എന്ത് പറഞ്ഞാലും, എന്ത് കണ്ടാലും, എന്ത് കേട്ടാലും, എവിടേക്ക് നടന്നാലും, എന്ത് പിടിച്ചാലും സ്പർശന ദർശനങ്ങളല്ല, അള്ളാന്റെ ഹഫളത്തിന്റെ മലക്കുകളെ രേഖപ്പെടുത്തുകയാ. ആ മലക്കുകളെ അള്ളാഹു നാളെ മഹ്ശറയിൽ വരുമ്പോൾ ലജ്ജയോടെയാണ് മരണപ്പെടുന്നതെങ്കിൽ, പടച്ചവനെ ഞാൻ ലജ്ജിക്കുകയാ നിന്റെ മുന്നിലെത്താ. എനിക്ക് കൈ തന്ന അല്ലാ, കാല് തന്ന അല്ലാ, കണ്ണ് തന്ന അല്ലാ, ശ്രവണപുടങ്ങൾ തന്ന അല്ലാ, ശരീരം ചലിപ്പിച്ച അല്ലാ, നിന്നെ കണ്ടുമുട്ടാൻ എനിക്ക് ലജ്ജയുണ്ട് റബ്ബേ. എന്തുകൊണ്ടാണ് നീ തന്ന കൈ കൊണ്ട് നീ പാടില്ലെന്ന് പറഞ്ഞത് ഞാൻ സ്പർശിച്ചിട്ടുണ്ട്, നീ തന്ന കാലുകൊണ്ട് അരുതേ എന്ന് പറഞ്ഞിടത്തേക്ക് ഞാൻ നടന്നിട്ടുണ്ട്. ഓരോ അവയവങ്ങൾ നീ തരുമ്പോ അതിന്റെ അമാനത്തുകൾ വീടാതെ, ഹക്ക് വീടാതെ ഞാൻ നന്ദികേട് കാണിച്ചു അല്ലാ. എങ്ങനെയാണ് നിന്റെ മുന്നിൽ ഞാൻ വന്നെന്ന് നിൽക്കുക? ഈ ഒരു ലജ്ജാവതിയോടെ, ലജ്ജയുള്ളവനായിട്ട് പടച്ചവന്റെ മുന്നിലേക്ക് ഞാനും നിങ്ങളും യാത്ര പോയാൽ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾക്ക് അല്ലാഹു വഹി അറിയിച്ചു കൊടുക്കുകയാണ്, അൻസൈതുൽ ഹഫളത ദുനൂബഹു, അവന്റെ പാപങ്ങളെ ഞാൻ മലായിക്കത്തുകളെ മറപ്പിച്ച് കളയുമെന്നാണ് അവർക്ക് ഓർമ്മ കാണൂല. ഇതെന്തൊരു ലോകമാ സഹോദരങ്ങളെ! അല്ലാഹുവിന്റെ ഹഫളത്തിന്റെ മാലാകമാര് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മറന്നു പോകുന്ന മഹ്ശറ. അതിനെ നാം ചെയ്യേണ്ടത് എന്താണ്? എന്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ലജ്ജയുള്ളവനായി പോകണ്ടേ? ഈ 3 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ പാതിരാത്രിയോടടുക്കാൻ അടുത്തിരിക്കുന്ന ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ മുറുകെ പിടിച്ചോ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കോ. ഒന്ന് ചിന്തിക്കണേ, പ്രസംഗിക്കാൻ ആളുകൾക്ക് കുറവില്ല, പ്രസംഗം വെക്കാൻ സംഘാടകർക്ക് കുറവില്ല, പ്രസംഗം കേൾക്കാനും ആളുകൾക്ക് കുറവില്ല, ചരിത്രങ്ങൾ പറയാൻ ആളുണ്ട്, പറയിപ്പിക്കാൻ ആളുണ്ട്, സംഘടിപ്പിക്കാൻ ആളുകളുണ്ട്. പക്ഷെ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടണ്ടേ സഹോദരങ്ങളെ? അതുകൊണ്ട് ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴക്കുന്ന ഈ സദസ്സായി നമ്മുടെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ചുറ്റുമൂലയുടെ ഈ അനുഗ്രഹീതമായ പാതയോരത്തെ ഈ സംഗമം നമുക്ക് ഫലപ്രദമാക്കിയെടുക്കാം. അതുകൊണ്ട് മരിക്കുമ്പോ എങ്ങനെയാണ് മരിക്കേണ്ടത്? അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോ എങ്ങനെയാണ് കണ്ടുമുട്ടേണ്ടത്? ഒന്നാമത്തേത് പടച്ചവനോടുള്ള പ്രണയത്തോടെയാകണം. രണ്ടാമത്തേത് അവനെ ഭയന്നുകൊണ്ടാകണം. മൂന്നാമത്തേത് അവനെ ലജ്ജിച്ചുകൊണ്ടാകണം. അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോന്നും നമുക്ക് കുറഞ്ഞ സമയം ഒന്ന് വിശദീകരിച്ചാലോ, നമ്മുടെ മനസ്സിലേക്കൊന്ന് കയറട്ടെ. നമ്മുടെ കാതുകളിൽ കേട്ടാ പോരാ, എന്റെ നാവിൽ നിന്ന് കാതുകളിലേക്ക് നമ്മളെ കേട്ടാ പോരല്ലോ, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കല്ലേ കൈമാറ്റം ചെയ്യപ്പെടേണ്ടത്. എന്റെ നാവുകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ കാതുകളിൽ കേട്ടാൽ ഇത് ഒരിക്കലും നമ്മുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല. എന്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പാസ് ചെയ്യപ്പെടണം. അങ്ങനെ ഒരു പ്രഭാഷണമായി പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും പറയിപ്പിച്ച സംഘാടകർക്കും അതിന് തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പടച്ചവനെ കണ്ടുമുട്ടുമ്പോ ഒന്നാമത്തെ രീതി ഏതാണ്? അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാകണം. മല്ലഖിയനി വഹുവ യുഹിബ്ബുനി അദ്ഖൽതുഹു ജന്നതി.
എന്റെ മുന്നിൽ വരുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന നിലയിലാണ് വരേണ്ടത്. അതിനെന്താണ് വേണ്ടതെന്നറിയോ? ഇതെങ്ങനെയാണ് പടച്ചവനെ നമ്മൾ ഇഷ്ടപ്പെട്ട് മരിക്കേണ്ടത്? ഒരു ദിവസം ഹസ്രത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ മുന്നിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഹു. ആര് അല്ലാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുന്നോ അല്ലാഹ് അവരെയും കാണാൻ ഇഷ്ടപ്പെടുകയാണ്. മൻ കരിഹല്ലാഹ ലിഖാഹു കരിഹല്ലാഹു ലിഖാഹു. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ വെറുക്കുന്നതാരാണ് അവനെ കാണാൻ പടച്ചവനും വെറുക്കുകയാണെന്ന് ആയിഷ ബീവിയോട് കാരുണ്യത്തിന്റെ പ്രവാചകരെ, എന്റെയും നിങ്ങളുടെയും ചങ്കിലെ ചോരയായ കണ്ണിലെ കൃഷ്ണമണിയായ ഹൃദയത്തിന്റെ തുടിപ്പായ എന്റെയും നിങ്ങളുടെയും വികാരമായ വിചാരമായ ലക്ഷ്യമായ എന്റെയും നിങ്ങളുടെയും സർവസ്വമായ നബി മുഹമ്മദ് മുസ്തഫ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ നബി മുഹമ്മദ് മുസ്തഫ. കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുമ്പോ ആയിഷ ബീവി ന്യായമായിട്ട് സഹജമായിട്ടും അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, നബിയേ, ഇന്നാല നക്റഹുൽ മൗതാ, ഞങ്ങൾ മരണത്തെ വെറുക്കുകയാണ്, ഞങ്ങൾ മരിക്കാൻ വെറുപ്പുള്ളവരാണ്. എന്തുകൊണ്ടാ? ഭൗതിക താല്പര്യങ്ങളോടുള്ള ആസക്തി കൊണ്ടല്ല, ഇനിയും ഈ മണ്ണിൽ ജീവിക്കണമെന്ന പൂതി കൊണ്ടല്ല, ഇനിയും ധാരാളം വെട്ടിപ്പിടിക്കണമെന്ന മോഹം കൊണ്ടല്ല. പിന്നെയോ പടച്ചവനെ ഒരു സുബ്ഹാനല്ലാഹ് കൂടി ചൊല്ലാൻ ഭാഗ്യം കിട്ടിയാൽ, ഒരു ഹംദ് കൂടി പറയാൻ ഭാഗ്യം കിട്ടിയാൽ, ഒരു തക്ബീർ കൂടി ഉറക്കെ ഒന്ന് ചൊല്ലാൻ കഴിഞ്ഞാൽ, ഒരു സ്വലാത്ത് കൂടി അങ്ങയുടെ പേരിൽ ചൊല്ലാൻ കഴിഞ്ഞാൽ ഞങ്ങൾ കൃതാർത്ഥരല്ല നബിയേ. ഞങ്ങൾ അതല്ലേ ഇഷ്ടപ്പെടുന്നത്, അങ്ങ് ഞങ്ങൾ അതല്ലേ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് വെറുപ്പാണ്, മടിയാണെന്ന് പറയുമ്പോ ആയിഷ ബീവിയോട് നബി തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആയിഷ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് തിരിയാത്തതാണ്. ഒരിക്കലും ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. എന്താ നബിയെ അങ്ങ് പറഞ്ഞത്? അള്ളാനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നവനെ അള്ളാഹുവും താല്പര്യത്തോടെ കാത്തിരിക്കുകയാ. അള്ളാനെ കണ്ടുമുട്ടാൻ വെറുക്കുന്നവനെ അള്ളാഹുവും കാണാൻ വെറുക്കുകയാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ നബിയെ ഒന്ന് പറഞ്ഞു തരുവോ? ആ സമയത്ത് അഷ്റഫുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് വിശ്വാസിയാണെങ്കിലും മരണപ്പെടാൻ അടുക്കുമ്പോ മരിക്കാൻ നേരത്ത് ആ മനുഷ്യന്റെ സമക്ഷത്തിലേക്ക് അള്ളാഹുവിന്റെ മലക്ക് വരുമത്രേ, കാരുണ്യത്തിന്റെ മലക്ക് വരുമത്രേ. എന്നിട്ട് ആ മലക്ക് ആ മനുഷ്യനോട് പറയും, നമ്മുടെ ഭാര്യമാര് മരണപ്പെട്ട എത്ര ഭർത്താക്കന്മാര് ഈ സദസ്സിലുണ്ട്, ഭർത്താക്കന്മാര് മരണപ്പെട്ട എത്ര ഭാര്യമാര് ഈ വേദിയിൽ പ്രസംഗം കേൾക്കുന്നുണ്ട്, പൊന്നുമക്കള് മരണപ്പെട്ടു പോയ എത്ര ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രസംഗം കേൾക്കുന്നുണ്ട്, മാതാപിതാക്കൾ മരണപ്പെട്ടതിന്റെ വേദന ഇന്ന് വരെ മാറാത്ത എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മരിക്കുന്ന സമയത്ത് അഭിമുഖീകരിച്ച ഒരു ആ കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വിശ്വാസി മരിക്കുന്ന സമയത്ത് അവന്റെ അടുക്കൽ റഹ്മത്തിന്റെ മലക്ക് വന്നിട്ട് പറയുമത്രേ, നിനക്ക് അല്ലാഹു തരുന്ന സ്വർഗത്തിന്റെ അനുഭൂതി ഇതാ, നിനക്ക് അല്ലാഹു തരുന്ന കാരുണ്യത്തിന്റെ പ്രവാചകൻ പറയുന്ന സ്വർഗത്തിന്റെ അനുഗ്രഹം ഇതാണ്, നിനക്ക് തരുന്ന സ്വർഗത്തിന്റെ സ്ഥാനം ഇതാണ്. ഇതെല്ലാം കാണിച്ചു കൊടുക്കുമ്പോ ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നു, റബ്ബേ ഒന്നും മരിച്ചെങ്കിലല്ല ഇതൊന്ന് കിട്ടാൻ, റബ്ബേ നിന്നെ ഒന്ന് കാണാൻ എനിക്ക് വലിയ താല്പര്യമാണ്. ഇതൊക്കെ വിശ്വാസികൾക്ക് അല്ലാഹു കൊടുക്കുന്ന സമ്മാനമാണ്. അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്നത് വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസിയുടെ മുന്നിൽ ചെന്ന് മക്കളെ നിലവിളിച്ചാൽ ഒരിക്കലും ആ മക്കളുടെ നിലവിളി കേൾക്കാൻ മയ്യത്തിന് കഴിയില്ല. മയ്യത്താകാൻ പോകുന്ന സക്രാത്തിന്റെ ഹാലിലുള്ള ആ മനുഷ്യൻ കേൾക്കുന്നില്ല. ആ മനുഷ്യനോട് വിളിക്കുന്നത് ആരായാലും ശരി, ഭാര്യയാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, മാതാവാണെങ്കിലും ശരി, പിതാവാണെങ്കിലും ശരി, ആരാണ് വിളിച്ചെങ്കിലും ആ മയ്യത്ത് അതൊന്നും ശ്രദ്ധിക്കില്ല. സക്രാത്തിന്റെ ഹാലിലും മയ്യത്താകാൻ അടുത്തിരിക്കുന്ന ആ ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ
ആര് നിലവിളിച്ചാലും അതിന് മറുപടി കൊടുക്കൂല. എന്തുകൊണ്ടാ? അവര് കാണുന്നത് പടച്ചവന്റെ സ്വർഗമാ. അള്ളാന്റെ സുഖലോലഭ സ്വർഗം ഇങ്ങനെ നേരിട്ട് കാണുകയാണ്. അത് അടുത്ത് നിൽക്കുന്ന ഭാര്യയ്ക്ക് കാണാൻ കഴിയൂല. അടുത്ത് നിൽക്കുന്ന പൊന്നുമക്കൾക്ക് കാല് തിരുമി കൊടുക്കുന്ന, മസാജ് ചെയ്തു കൊടുക്കുന്ന കണ്ണ് പാപ്പാന്റെ കണ്ണടയുന്നു എന്ന് നോക്കി നിൽക്കുന്ന മക്കൾക്കത് കാണാൻ പറ്റൂല. ആ മനുഷ്യൻ ഇങ്ങനെ കാണുന്നത് റബ്ബിന്റെ സ്വർഗമാണ്. പിന്നിൽ നിന്ന് ഭാര്യ വിളിക്കുന്നു, എന്റെ പ്രിയപ്പെട്ടവനെ, എന്റെ പ്രിയപ്പെട്ടവനെ. ആ വിളി കേൾക്കാൻ ഒരിക്കലും ആ മയ്യത്താകാൻ പോകുന്ന മനുഷ്യന് സാധ്യമല്ല. ആര് വിളിച്ചാലും അവന്റെ മനസ്സിലെന്താ? ഖൽഫി കരീമാത്തിനെ അലയ്യാ വബാക്കിയാ വഉമ്മി വഫീഹിന്ന ഉമ്മി സിദ്ദീഖി വഇത്റതി. ആരൊക്കെ നിലവിളിച്ചാല് പൊന്നുമക്കൾ നിലവിളിക്കുകയാ, വാപ്പായ വിളിക്കുകയാണ്. പക്ഷേ ആ വാപ്പ വിളിക്കുത്തരം കൊടുക്കുന്നില്ല. കാരണം എന്തെന്നറിയോ? വാപ്പാന്റെ കണ്ണിൽ കാണുന്നത് പടച്ചതമ്പുരാൻ നൽകുന്ന അനുഭൂതിയാണ്. അതുകൊണ്ടാണ് ആ വിശ്വാസി മരണപ്പെടുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്ക് വന്ന് അവന്റെ സംതൃപ്തമായ അവസ്ഥകളെ കാണിച്ചു കൊടുക്കുമ്പോ എനിക്കത് എത്തിപ്പിടിക്കണമെന്ന മോഹത്തോടെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥ. അതാണ് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്. ആ സമയത്ത് അല്ലാഹു അവനെ കാണാൻ ഇഷ്ടപ്പെടുമത്രേ. എത്ര മഹത്വമാണ് ആ മരണം. ആഗ്രഹിച്ചിരിക്കുകയാണ്, അല്ലാഹുവേ ഞാൻ അവിടെ ഒന്ന് എത്തിയിരുന്നെങ്കിൽ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അതുകൊണ്ടാണ് മരിക്കാൻ നേരത്ത് വേണ്ട, എനിക്ക് വെള്ളം വേണ്ട എന്ന് പറഞ്ഞത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നോമ്പുകാരനായിട്ടാണ് മരണപ്പെട്ടത്. എങ്ങനെയായിരുന്നു മരണപ്പെട്ടത്? പരിശുദ്ധമായ മദീനത്തുൻ നബവിയിലെ നമസ്കാരത്തിന് സൗകര്യം പോരാ എന്ന് കണ്ടപ്പോൾ, സ്ഥല പരിമിതികൾ ഉണ്ടായപ്പോൾ 35,000 ദീനാറിന് മദീനത്തുൻ നബവിക്ക് വേണ്ടിയിട്ട് മദീനയോട് ചേർന്നുള്ള പുരയിടം വാങ്ങിക്കൊടുത്തു, വസ്തു വാങ്ങിക്കൊടുത്തു. അവിടെ വിശ്വാസികൾക്ക് വെള്ളം കുടിക്കാൻ സൗകര്യപ്രദമായ കിണറില്ലാതെ വന്നപ്പോൾ 25,000 ദീനാറിന് ആ കിണറും കിണർ നിൽക്കുന്ന സ്ഥലവും വാങ്ങിക്കൊടുത്തു മദീനത്തുൻ നബവിക്ക്. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 85 വയസ്സ് കഴിഞ്ഞ് അവിടെ ഉണ്ടായ ചില രാഷ്ട്രീയ പകപോക്കലുകളുടെ പേരിൽ അദ്ദേഹം കൊല ചെയ്യപ്പെടാൻ അടുക്കുന്ന സമയത്ത് അദ്ദേഹം വീട്ടുതടങ്കലിലായി. എല്ലാവർക്കും അറിയുമല്ലോ. ആ സമയത്ത് വീട്ടുതടങ്കലിലാക്കപ്പെട്ട മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ തന്റെ കൈകൾ കൊണ്ട് രേഖപ്പെടുത്തിയ ഉസ്മാനി മുസ്ഹഫാണ് ഇന്നും നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇന്നും ചുറ്റുമൂലയുടെ ആ സെൽഫുകളിൽ ഇരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ക്രോഡീകരിച്ചതാണ്. ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ കരങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതിന് അശ്രാന്ത പരിശ്രമം നടത്തിയ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വീട്ടുതടങ്കലിലാക്കപ്പെട്ടപ്പോൾ അവസാന നിമിഷം മദീനത്തുൻ നബവിക്ക് വേണ്ടി വസ്തു വാങ്ങിക്കൊടുത്ത ഉസ്മാൻ തങ്ങൾക്ക് വീട്ടുതടങ്കലിലായപ്പോൾ നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തില്ല. നമ്മൾ കരുതുന്നത് എന്താണ്? ഉത്തരേന്ത്യയിലെ പള്ളികളിൽ നിന്ന് ആളുകളെ ഇറക്കി വിട്ട് ഇവിടത്തെ ഭരണവർഗവും അതുപോലെ തന്നെ ഫാസിസ്റ്റ് ദുശക്തികളും അവിടത്തെ പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ മേൽ കുതിര കയറുമ്പോൾ നമ്മൾ കരുതുന്നത് ഇത് ആദ്യത്തെ സംഭവമാണെന്നാണോ? അല്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മദീനത്തുൻ നബവിക്ക് ആവശ്യമായ വസ്തു വാങ്ങിക്കൊടുത്തിട്ട് അവസാന സമയം ഒന്ന് നമസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തില്ല. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിണർ കുറിച്ച് കൊടുത്തു. ആ കിണറിൽ നിന്ന് ഒരു തുള്ളി ശുദ്ധവെള്ളം കുടിക്കാൻ മരിക്കുന്നതിന് മുമ്പ് ഉസ്മാൻ തങ്ങൾ കാഴ്ചകളോളം സാധിച്ചില്ല. ഉപ്പുവെള്ളം, കടലിലെ ഉപ്പുവെള്ളമാണ് മഹാനവർകൾ കുടിച്ചത്. അവസാനം വീട്ടുതടങ്കലിലായി, നിസ്കരിക്കാൻ പുറത്തിറങ്ങാൻ വയ്യ. അദ്ദേഹം ക്വാറന്റൈനിലാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ വീട്ടുതടങ്കലിലാക്കി. അദ്ദേഹത്തിന്റെ മുമ്പിൽ ലക്ഷ്മണരേഖ വരച്ചു. ഇനി പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. ആളുകൾ വീട് വളഞ്ഞു. ആ സമയത്ത് ഒരാൾ ജനാലയിലൂടെ ചാടി അകത്ത് കയറി വിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്തുകൊണ്ട് സൂറത്തുൽ ബഖറ ആരംഭിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആ ഉസ്മാൻ തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഏതൊരു കാണുന്ന രീതിയിൽ എഴുതിയത് ആ കൈ വെട്ടിമാറ്റി. ആ സമയത്താണ് എന്ന ആയത്തെത്തുമ്പോൾ ആ എന്ന കാഫിൽ അദ്ദേഹത്തിന്റെ മുസ്ഹഫിലെ ആ കാഫിൽ അദ്ദേഹത്തിന്റെ കൈ വെട്ടി മാറ്റപ്പെട്ട രക്തം ചീറ്റിത്തെറിക്കപ്പെട്ടു.
ചിന്തിച്ചു നോക്കൂ. അന്ന് ആ സമയത്ത് വെട്ടേറ്റ് പിടയുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ നീളാതീതമായ ആ ഒരു കൊലപാതകം നടക്കുന്ന സമയത്ത് വെട്ടേറ്റ് പിടയുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന പ്രിയപ്പെട്ട കുടുംബക്കാര് വിളിച്ചിട്ട് പറഞ്ഞു, തങ്ങളച്ചു വെള്ളം തരാൻ, നിങ്ങൾ കുടിക്ക്. ഇത് നമ്മൾ കേൾക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്ക്. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് നമുക്ക് വികാരത്തോട് കൂടിയിട്ടല്ലാതെ പറയാൻ കഴിയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തായിരുന്നു വീട്ടുകാരോട് പറഞ്ഞത്? ആ ഭാഗ്യം കിട്ടുമോ സഹോദരങ്ങളെ? നമ്മുടെ പ്രിയപ്പെട്ട മുൻഗാമികൾ, മരണപ്പെട്ടു പോയ സാലിഹീങ്ങൾ, ബഹുമാനപ്പെട്ട നമ്മുടെ മൗലവി നഗറിൽ അടക്കം ചെയ്യപ്പെട്ട ബഹുമാനപ്പെട്ട യൂനുസ് ഉസ്താദിനെ പോലെ, നമ്മുടെ ഈ പള്ളിയിൽ മറമാട ചെയ്യപ്പെട്ട കോട്ടക്കര ഉസ്താദിനെ പോലെ, ഉമർകുട്ടി ഉസ്താദിനെ പോലെ, കുറച്ചപ്പുറത്തോട്ട് പോയാൽ തഴവ ഉസ്താദിനെ പോലെ, ഇനി മുന്നോട്ട് പോയാൽ റഈസുൽ ഉലമാ ശിഹാബുദ്ദീൻ ഉസ്താദിനെ പോലെ, വീണ്ടും വടക്കോട്ട് പോയാൽ വി.എം. അബ്ദുല്ലാഹ് ഉസ്താദിനെ പോലെ നമ്മുടെ മഹത്തുക്കളായ ഗുരുനാഥർ മരണപ്പെടുമ്പോൾ അവരൊക്കെ ഒരുപക്ഷേ ഇതൊക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ആ ജമിയത്തുൽ ഉലമയുടെ മണ്ണിൽ പണ്ഡിതന്മാരുടെ ഔലിയാക്കളുടെ പാദസ്പർശനം കൊണ്ട് പുളകിതമായ മണ്ണാണ് നമ്മുടെ മണ്ണ്. ഈ മണ്ണിൽ എന്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോയ മഹത്തുക്കളൊക്കെ ആ രീതിയിലാകണം മരിച്ചിട്ടുള്ളത്. അല്ലാഹു അവർക്ക് ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മരണാസന്നനായി കിടന്നു വെട്ടേറ്റ് പിടയുന്ന തങ്ങളുടെ മുമ്പിൽ കുറച്ച് വെള്ളം തരാമെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ഒരു ജനാല ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ ജനാലയിലേക്കൊന്ന് നോക്കൂ. ആ ജനാലയിലൂടെ എന്റെ ഹബീബ് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാര് വെച്ചതാ? പടച്ചോൻ വെച്ചതല്ല, പടച്ചോന്റെ പുണ്യ പ്രവാചകനും വെച്ചതല്ല, അത് വെച്ചത് നമ്മളാണ്. എന്തിനെന്നറിയോ? ബാങ്ക് കേട്ടാൽ ഉടനെ ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കണം. അതിനു മുമ്പ് 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് റവാത്തിബ് നിസ്കാരം. ഇതാണ് ടൈം. പിന്നെ നമ്മൾ 15 മിനിറ്റ് വെച്ചത് എന്തിനാണ്? ബാങ്ക് കേൾക്കുന്ന കവലകളിൽ നിൽക്കുന്ന ആളുകൾക്ക് ബാങ്ക് കേട്ട് പള്ളിയിൽ വരണം, അവർക്ക് അംഗസ്നാനം ചെയ്യണം, അവർക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. ആ സമയമാണ് 15 മിനിറ്റ്. അരമണിക്കൂർ വെച്ചത് എന്തിനാണ്? ബാങ്ക് കേട്ട് എഴുന്നേൽക്കുന്നവൻ എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കണമെന്നില്ലല്ലോ. ഇനി അഥവാ നിസ്കരിച്ചാൽ തന്നെ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്നവർക്ക് പള്ളിയിലെത്തണം. അതിനു വേണ്ട സൗകര്യമാണ് അരമണിക്കൂർ സുബഹിക്ക് കൊടുക്കുന്നത്. പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കണ്ടേ? അതിന് നമ്മൾ വെച്ച ഏർപ്പാടാ. യഥാർത്ഥത്തിൽ ദീൻ പറയുന്നത് എന്താണ്? ഇതും ദീനല്ലെന്നല്ല ഞാൻ പറയുന്നത്. ബാങ്ക് കേട്ടാൽ ഉടനെ നമ്മുടെ നമസ്കാരം നിർവഹിക്കുക. മരിച്ചാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? മരണപ്പെട്ടാൽ ദിവസങ്ങളോളം മയ്യത്ത് വെക്കുക. അത് മയ്യത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അത് നാട്ടിലെ വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത്. കാരണം അത് ഫിത്നയിലും ഫസാദിലും എത്തപ്പെടും. അവരവരുടെ വീടുകളിൽ മരണപ്പെടുന്നവരെ അടക്കാൻ അവരവരങ്ങ് തീരുമാനിച്ചാൽ റാഹത്താകും. അല്ലേ? അവരവര് മരണപ്പെടുന്ന കുടുംബക്കാരുടെ ആ മയ്യത്തടക്കുന്ന വിഷയത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ മതി. മയ്യത്ത് മരണപ്പെട്ട എന്താ സംഭവിക്കുക? മരണപ്പെട്ട മരണം ഉറപ്പാക്കുക, കണ്ണ് തിരുമ്മി അടക്കുക, മയപ്പെടുത്തേണ്ട അവയവങ്ങൾ സന്ധികൾ മയപ്പെടുത്തുക, അതിനുശേഷം മയ്യത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രം അഴിച്ചു മാറ്റുക, എന്നിട്ട് വയറ് പൊങ്ങാതിരിക്കാൻ ഭാരമുള്ള എന്തെങ്കിലും ചെറിയൊരു വസ്തു വെക്കുക, വാ തുറന്നു പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു നാട കൊണ്ട് കെട്ടുക, കാലുകൾ തമ്മിൽ അകന്നു പോകാതിരിക്കാൻ കാലിന്റെ തള്ളവിരലുകൾ കെട്ടുക, എന്നിട്ട് പെട്ടെന്ന് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, ദഫൻ ചെയ്യുക. അതാണ് ഇസ്ലാമിക രീതി. പിന്നെ വെക്കുന്നത് എന്തിനാണ്? അമേരിക്കയിലുള്ള മകൻ വരട്ടെ, യൂറോപ്പിലുള്ള മോള് വരട്ടെ, ബഹ്റൈനിലുള്ള കൊച്ചാപ്പ വരട്ടെ, ജീവിച്ചിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നവരാണോ ഇവര്? ആണോ? പച്ചവെള്ളം കൊടുക്കാത്ത ആളുകളെ മരിച്ചിട്ട് മണിക്കൂറുകളോളം കാത്തുകെട്ടി കിടക്കുന്ന ആ ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തപ്പെട്ടു. മാറണം. ഇതൊക്കെ മാറണം. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും മാതൃക കാണിച്ചു കൊടുക്കുന്ന നമ്മളാകട്ടെ അതിലും മാതൃക. ഏതെങ്കിലും ഒരു വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ പ്രസംഗത്തെ ഒരിക്കലും വക്രീകരിച്ചുകൊണ്ട് ദ്വയാർത്ഥം ചിന്തിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഒരിക്കലും ശരിയായ രീതിയല്ല. അതെനിക്ക് പൊരുത്തമില്ല. ഞാൻ പറയുന്നത് അവരവരുടെ വീടുകളിലും നടക്കുന്ന മയ്യത്ത് സംസ്കരണങ്ങൾ ആ രീതിയിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് മയ്യത്ത് സ്വാലിഹാണെങ്കിൽ പറയും, നിങ്ങൾ എന്തിനാ, ആരെ കാണിക്കാനാ വെച്ചേക്കുന്നത്, കൊണ്ടുപോകൂ ഒന്ന് പെട്ടെന്ന്. അങ്ങനെ വീട്ടിൽ നിന്ന് മയ്യത്തെടുത്തു. എടുത്തിട്ട് ഈ തിരുവീതിയിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്
പറഞ്ഞ് മയ്യത്ത് ചുറ്റുമൂല പള്ളിയുടെ പകത്തളത്തിലേക്ക് നിസ്കാരത്തിന് കൊണ്ടുവരുമ്പോ പതുക്കെ പോകുന്നവരോട് മയ്യത്ത് പറയുന്നു, ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകുവോ, പെട്ടെന്ന് എന്നെ ഖബറിലേക്ക് ഒന്ന് വെക്കുവോ, ഞാൻ ചെയ്ത അമലുകൾക്ക് അല്ലാഹു എനിക്ക് തരുന്ന പ്രതിഫലം ഞാൻ കൈനീട്ടി സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ കൊണ്ട് ചെല്ലുമ്പോഴാണ് പടച്ചവനെ ഇമാമിന്റെ സാമർത്ഥ്യം കാണിക്കാൻ പറ്റിയ അവസരം. മഹലിലെ എല്ലാവരും പള്ളിയിലെത്തി, നല്ലൊരു പ്രസംഗം നോട്ട് കാച്ചിയേക്കാം. ആ സമയത്ത് മയ്യത്ത് സന്തൂക്കി കിടന്നിട്ട് പറയുകയാണ്, ഉസ്താദേ ഉസ്താദേ എന്നെ ഒന്ന് അടക്കാനുള്ള ഏർപ്പാട് ചെയ്ത് നിങ്ങളുടെ പ്രസംഗം ഒന്ന് നിർത്തുവോ, പെട്ടെന്ന് പ്രസംഗം ഒന്ന് നിർത്തന്നെ അടക്കട്ടെ. അങ്ങനെ മയ്യത്ത് പറയും. നമസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്ന് മയ്യത്തെടുത്ത് പുറം പള്ളിയിൽ കൊണ്ടുവന്നപ്പോ ആരോ വന്നിട്ട് പറഞ്ഞു, ഒരാൾ കൂടി കാണാനുണ്ട്. അങ്ങനെ തലയുടെ ഭാഗത്ത് കെട്ടിവെച്ചിരിക്കുന്ന നാട അഴിച്ചിട്ട് തുണി മാറ്റിയിട്ട് മയ്യത്ത് കാണിക്കുമ്പോ ആ മയ്യത്ത് മോനോട് പറയുന്നു, പൊന്നുമോനെ വാപ്പയോട് എന്തിനാടാ ക്രൂരത കൊണ്ട് നടക്കടാ പൊന്നുമോനെ, എന്റെ വാപ്പച്ചി നിന്റെ വാപ്പച്ചിക്ക് അല്ലാഹു തരുന്ന അനുഗ്രഹങ്ങളൊന്ന് സ്വീകരിക്കാനുള്ള വ്യഗ്രതയാണ്, ജാഗ്രതയാണ്. ആ സമയത്ത് നമ്മൾ കാണിക്കാൻ വേണ്ടി ധൃതിപ്പെടുകയാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ, ഇനി ആരെങ്കിലും ഉണ്ടോ, ഇനി ആരെങ്കിലും ഉണ്ടോ? ഈ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോ മയ്യത്ത് അതുപോലെ പറയുന്നു, ഒന്ന് അടക്കുമോനെ അടക്കുമോനെ എന്ന് നിലവിളിക്കുകയാ. നേരെ മറിച്ചൊരു ദുർമാർഗിയായ മനുഷ്യനാണെങ്കിൽ എങ്ങനെയാണ് അള്ളാനെ വെറുക്കുന്നതെന്നറിയോ? റബ്ബിനെ കണ്ടുമുട്ടാൻ വെറുക്കുന്നവനെ അള്ളാഹു കണ്ടുമുട്ടാൻ വെറുക്കുന്നെന്ന് പറഞ്ഞത് എന്താണ്? മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് മോശക്കാരനാണെങ്കിൽ, അവന് പലിശക്കാരനാണെങ്കിൽ, അവന് കള്ളുകുടിയനാണെങ്കിൽ, അവന് മോശമായ ജീവിതം നയിച്ചവനാണെങ്കിൽ, എന്റെ ചെറുപ്പക്കാരെ, സിനിമാ നടന്മാരുടെ, സീരിയൽ നടന്മാരുടെ മോശപ്പെട്ട രീതി നമ്മൾ ആവാഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തലമുടി വെട്ടുന്നത് അങ്ങനെയാക്കി, വസ്ത്രവിധാരണം അങ്ങനെയാക്കി, എല്ലാ ശൈലിയിലുമാണ് നീ ജീവിച്ചതെങ്കിൽ പൊന്നുമോനെ, മരണപ്പെടുന്ന സമയത്ത് അള്ളാന്റെ മലക്കുകൾ വന്ന് നിന്നോട് പടച്ചതവന്റെ ഏറ്റവും വലിയ മോശമായ ഭീകരതയെ പറ്റി കാണിച്ചു തരുകയാ, നരകത്തിന്റെ ചൂട് നിനക്ക് അനുഭവിച്ചു തരുകയാ. ആ സമയത്ത് നീ നിലവിളിക്കുന്നു, റബ്ബേ ഇതൊന്നൊരു ശിക്ഷയാണ് പടച്ചവരെ. അത് കേൾക്കാൻ നിന്റെ അടുത്ത് നിൽക്കുന്ന ഭാര്യയ്ക്ക് കഴിയുന്നില്ല. നിന്റെ തള്ളവിരലെന്ന് റൂഹ് പിടിക്കുകയാ. കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق. അല്ലാഹു പറയുകയാണ്, കല്ലാ നീ ഉദ്ദേശിക്കും പോലെ അല്ലടാ കാര്യങ്ങൾ. ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ. നീ മരിക്കാൻ നേരത്ത് റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ നിന്റെ കാലുകൾ വൽതഫത്തി സാഖു ബിസാഖ്, കാലുകൾ ഇങ്ങനെ പരസ്പരം കൂട്ടിപ്പിണയുന്ന സമയമുണ്ട് മോനെ. ആ സമയത്ത് നിന്റെ ബന്ധുക്കൾ വിളിച്ചു പറയുന്നത്, വഖീല മൻ റാഖ്. എവിടെ റാഖ് മന്ത്രവാദി? എവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്നവരെവിടെ? ആംബുലൻസ് വിളിക്കുന്നവരെവിടെ? ഒന്ന് നൂലോതി കെട്ടാൻ ആരാവുള്ളത്? ഒന്ന് വെള്ളമോതി കൊടുക്കാൻ ആരാവുള്ളത്? ആരാണ് പെട്ടെന്ന് ഇദ്ദേഹത്തെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ളത്? ആരാണ് പെട്ടെന്ന് വണ്ടിയെടുക്കൂ? ഇതൊക്കെ വിളിച്ചു പറയുന്ന ടോട്ടലായ പൊതുവേ ഉള്ള ദീർഘമായ ആശയങ്ങളുടെ സംഗ്രഹമാണ് എവിടെ രക്ഷപ്പെടുത്തുന്നവനെന്ന് വിളിക്കുമ്പോ ഈ മനുഷ്യനറിയാഹുൽ, ഇത് ഒടുക്കത്തെ യാത്രയാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള യാത്രയാണെന്ന് തിരിച്ചറിയുന്നു. ആ സമയത്ത് ഭീകരമായ കാഴ്ചകൾ അവന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോ അവൻ അള്ളാഹുവേ നിന്നെ കാണാൻ എനിക്ക് പേടിയാണെന്ന് പറയുന്നു. അള്ളാഹുവിനോ കാണുന്നതിനെ കണ്ടുമുട്ടുന്നതിനെ വെറുക്കുന്നു. അതുകൊണ്ട് അള്ളാഹും അവനെ കാണാൻ വെറുക്കുന്നു. ആ മയ്യത്തിനെ ചുമന്നുകൊണ്ട് പോകുമ്പോ ചോദിക്കും, എങ്ങോട്ട് കൊണ്ടുപോകുന്നു? പതുക്കെ പോ. വീട്ടിൽ ചോദിക്കുന്നു, ഇനി ആരെങ്കിലും കാണാനുണ്ടോ? അപ്പൊ ഈ മരിക്കാൻ കിടക്കുന്ന ആള് പറയാ, കാണാനില്ലെങ്കിലും കുറച്ചേരം അവിടെ വെച്ചേക്ക്, കാരണം അങ്ങോട്ട് പോയാൽ തുടങ്ങും ഇടി. അല്ലേ? ഇടയ്ക്ക് ആരോ മരണപ്പെട്ടപ്പോ പറഞ്ഞിട്ട് ഒരാള് പറഞ്ഞതാണ്, അള്ളാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. യഥാർത്ഥത്തിൽ അങ്ങനെ ദുആ കിട്ടേണ്ട ഒരാളല്ല. അപ്പൊ കാര്യം ചോദിച്ചവൻ പറഞ്ഞു, മലക്കുകൾക്ക് നല്ല വിശാലമായിട്ട് നിന്ന് ഇടിക്കാമല്ലോ എന്നാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർക്ക് ഇടിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണ്ട. നമ്മൾ അവിടെ പോയാൽ അനുഭവിക്കുന്ന ദുരവസ്ഥകളെ പറ്റിയിട്ട് മോശം ബോധ്യം വന്ന ഒരാള്
വീണ്ടും ഒന്ന് പെൻഡിങ്ങിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കും. മയ്യത്ത് കൊണ്ട് പള്ളിയിൽ വെച്ചാൽ ഉസ്താദെ ഇഷ്ടംപോലെ പ്രസംഗിച്ചോ, മൊത്തത്തിൽ ഓതിയിട്ട് അർത്ഥം പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല, ഇപ്പോഴൊന്നും വിടരുതാരെയും, കാരണം ഇവരെ വിട്ടാൽ ഇവരെന്നെ കുഴിയിലാക്കിയാൽ ഇഷ്ടം പോലെ കിടികിട്ടും. അപ്പോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പോകാതിരിക്കാനാണ്. അള്ളാഹുവും കരിഹല്ലാഹു ലിഖാഹു, അവനെ കാണാൻ അള്ളാഹും വെറുക്കാൻ. അതുകൊണ്ട് നമ്മൾ മരിക്കുമ്പോൾ ആഗ്രഹിക്കേണ്ടത് എങ്ങനെയാണ്? എന്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെടണം, ഞാൻ എന്റെ റബ്ബിനെ ഇഷ്ടപ്പെടുന്നു. ആ അവസ്ഥയിൽ നമുക്ക് മരിക്കണ്ടേ? അതിനെന്താ വേണ്ടത്? ഒറ്റ വഴിയുള്ളൂ. ഖുർആൻ പറഞ്ഞു, ഒരൊറ്റ വഴി. അള്ളാഹു ആ വഴി തിരഞ്ഞെടുക്കാനും സ്വീകരിക്കാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. വലിയ പ്രയത്നം അല്ലെങ്കിൽ വലിയ സാഹസികത ഒന്നും വേണ്ട. ആ ഒരു നിലയിൽ നമുക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന നിലയിൽ അവനെ കണ്ടുമുട്ടാനുള്ള ഒരൊറ്റ വഴി വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതാണ് ഞാൻ തബറുക്കിനു വേണ്ടി ആമുഖമായി ഓതി വെച്ച ആയത്ത്. എന്താണ് അള്ളാഹു പറഞ്ഞത്? ഒരൊറ്റ വഴി നമ്മൾ തിരഞ്ഞെടുക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ എന്താ ഈ പിണങ്ങിയിരിക്കുന്നത്? നിങ്ങൾ ഇരിക്കുന്ന കോവിഡൊക്കെ ഞാനാ പരത്തിയെന്ന് തോന്നുന്നില്ല. ഒന്നാമീൻ പറയും, അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് തരട്ടെ. അവനെ ഇഷ്ടപ്പെടുന്ന നിലയിൽ മരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. അത് അള്ളാഹ് തന്നെ പഠിപ്പിച്ചു. എന്താണ്? ഖുൽ, നബി അങ്ങ് പറയും, പറഞ്ഞു കൊടുക്ക്, നിങ്ങൾ അള്ളാഹനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ, അങ്ങനെയാണല്ലോ മരിക്കേണ്ടത്. അള്ളാഹനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്താണ് നിങ്ങൾക്കുള്ള വഴി എന്നറിയോ? നബി അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഫത്തബിഊനി, എന്നെ പിൻപറ്റാ പറയൂ നബിയേ. വ്യക്തി ജീവിതമാണെങ്കിൽ, കുടുംബ ജീവിതമാണെങ്കിൽ, സാംസ്കാരിക ജീവിതമാണെങ്കിൽ, സാമൂഹ്യ ജീവിതമാണെങ്കിൽ, രാഷ്ട്രീയ ജീവിതമാണെങ്കിലും, ഏത് ജീവിതമാണെങ്കിൽ, അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ, കുറ്റിച്ചൂല് പിടിക്കുന്നത് മുതൽ സിംഹാസനത്തിലിരുന്ന് ചെങ്കോല് പിടിക്കുന്നത് വരെ, അധികാരത്തിന്റെ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇരിക്കുന്നത് മുതൽ ബാത്റൂമിൽ ഇരിക്കുന്നത് വരെ, തുപ്പുന്നത് മുതൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ വരെ എങ്ങനെയാകണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നതാരാ? പ്രാക്ടിക്കലായി നമുക്ക് കാണിച്ചു തന്നതാരാ? ലോകത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ സർവസ്വമായി മാറിയ എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റലല്ലാതെ വേറെ മാർഗങ്ങളില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരോടായി എനിക്ക് പറയാനുള്ളത്, എന്റെ ചെറുപ്പക്കാരെ, ചോരപ്പിളപ്പിന്റെ പ്രായമാണ്. രക്തം ഇങ്ങനെ സിരകളിലൂടെ ചുടുനിണങ്ങൾ ഇങ്ങനെ തീവ്രമായ നിലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാ. നിങ്ങളുടെ തീവ്രത കാണിക്കേണ്ടത് ഇസ്ലാമിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാകണേ. നിങ്ങളുടെ തീവ്രത കാണിക്കേണ്ടത് ഇസ്ലാമിന്റെ ഉന്നതിക്ക് വേണ്ടിയാകണേ. എന്റെ ചെറുപ്പക്കാര് പൻപരാഗിന് അടിമപ്പെട്ടു പോകല്ലേ, അതുപോലെ ഹാൻസിന് അടിമപ്പെട്ടു പോകല്ലേ, മദ്യത്തിനും മദിരാശിമാർക്കും അടിമപ്പെട്ടു പോകല്ലേ, അതുപോലെ തന്നെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പാടില്ലാത്ത പ്രവർത്തനങ്ങളെ കൊണ്ടുവരല്ലേ. ജീവിതത്തിൽ മുടിവെട്ടുന്നതിന് പോലും ഹബീബായ നബി തങ്ങളെ മാതൃകയാക്കാൻ നമുക്ക് കഴിയണം. എന്റെ പ്രിയപ്പെട്ടവരെ, മുടിവെട്ടാതെ ഭ്രാന്തന്മാരെ പോലെ നടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾക്കും വേണമെങ്കിലാകാം, പക്ഷെ ആ പേരിലാകണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഫുട്ബോൾ താരത്തിന്റെ, വോളിബോൾ താരത്തിന്റെ, ക്രിക്കറ്റ് താരത്തിന്റെ, സീരിയൽ നടിമാരുടെ, നടന്മാരുടെ, സിനിമാ നടന്മാരുടെ മോഡലിൽ നിങ്ങൾ മുടിവെട്ടാതെ നിങ്ങൾ നടന്നാൽ, നിങ്ങൾ മറ്റുള്ള മോശമായ പ്രവർത്തനങ്ങളിലൂടെ നടന്ന പൊന്നുമോനെ, പടച്ചവനെ നിങ്ങൾക്ക് നല്ല പോലെ കാണാൻ പറ്റൂല. അന്ന് പ്രസംഗിക്കാൻ പ്രഭാഷകരുണ്ടാവൂല, സംഘടിപ്പിക്കാൻ സംഘാടകരുണ്ടാവൂല, നിങ്ങളെ സഹായിക്കാൻ ലോകപ്പരി ശക്തികളും വരൂല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ റസൂലുള്ളാഹിനെ പിൻപറ്റലാണ്. എവിടെയാണ് ഒരു സഹാബി, ആ സഹാബിയുടെ ശിരസിൽ റസൂലുള്ള ഇങ്ങനെ അങ്ങ് തലോടുകയുണ്ടായി. നബി തങ്ങൾ ശിരസിൽ ഇങ്ങനെ തലോടിയപ്പോൾ മഹാനായ അബൂ മഅ്ദൂർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ റസൂൽ സ്പർശിച്ച മുടി ഇനി വെട്ടൂല, എന്റെ ഹബീബ് സ്പർശിച്ച രോമം ഇനി ഞാൻ മുറിച്ചു കളയൂല. കാരണം എന്റെ ഹബീബ് തൊട്ട ഭാഗങ്ങൾ സ്വർഗത്തിലല്ലേ പോകുന്നത്, ഒരിക്കലും നരകത്തിൽ പോകൂലല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി മുടി വെട്ടൂല എന്ന് പറഞ്ഞ് മുടി ഭ്രാന്തന്മാരെ പോലെ നീട്ടി വളർത്തിയ അബൂ മഅ്ദൂർ റളിയല്ലാഹു തആല പ്രണയത്തിന്റെ പേരിലാ, പിൻപറ്റലിന്റെ പേരിലാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പിൻപറ്റാ. എന്റെ സഹോദരിമാരോട് ഞാൻ പറയുകയാ, നിങ്ങൾക്കും റസൂലുള്ളാഹിയിൽ മാതൃകയുണ്ട്. ഒരു പെണ്ണായ സഹജമായി നിങ്ങൾക്കൊരു സംശയമുണ്ടാകാം, ഒരു സ്ത്രീയായ എനിക്ക് എങ്ങനെയാണ് എന്റെ ഹബീബിൽ മാതൃക വരുന്നത്, ഒരു പെണ്ണായ എനിക്ക് എങ്ങനെയാണ് എന്റെ റസൂലിൽ മാതൃക വരുന്നത്. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രായം മുതൽ അങ്ങ് സഫിയ റളിയല്ലാഹു
റളിയല്ലാഹു അൻഹയുടെ സൗദ റളിയല്ലാഹു അൻഹയുടെ പ്രായം വരെയുള്ള വ്യത്യസ്തമായ പ്രായത്തിലുള്ള നിരവധി ഭാര്യമാരെ അല്ലാഹുവിന്റെ ഹബീബ് വിവാഹം കഴിച്ചത് എന്തിന്റെ പേരിലാ? ഇന്ന് പാശ്ചാത്യം പറയുന്നത് പോലെ റസൂലുള്ള സ്ത്രീലംബടനായത് കൊണ്ടല്ല. വിവരദോഷികളായ പാശ്ചാത്യന്റെ കറുത്ത വെള്ള പേപ്പറിലെ കറുത്ത മഷികൾ കൊണ്ട് എഴുതപ്പെട്ട കറുത്ത കരങ്ങൾ പ്രവർത്തിച്ച കറുത്ത ഹൃദയമുള്ള പാശ്ചാത്യന്റെ എഴുത്ത് എന്റെ ഹബീബ് സ്ത്രീലംബടനാണെന്ന് എഴുതി പിടിപ്പിച്ചപ്പോ കേരളത്തിൽ തന്നെ പല പ്രമുഖന്മാരും റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുമ്പോ അവരൊക്കെ ആക്ഷേപിച്ചോട്ടെ. നാളെ ഒരു സമയത്ത് അവരുടെ വായിലൂടെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധമായ ഷഹാദത്തിന്റെ വാചകങ്ങൾ വരുമെന്നുള്ളതിൽ സംശയമില്ല. എന്ന് കളിയാക്കിയവര് അല്ലാഹുവിന്റെ ഹബീബിനെ വാരിപ്പുണർന്നവരാ. ഈ വോണ്ടർട്ടിലിയെ പോലെ, ഹീദർ മാത്യൂസിനെ പോലെ, കേസീസ് ക്ലേയെ പോലെ, അതുപോലെ യൂസുഫുൽ ഇസ്ലാമിനെ പോലെ അദ്ദേഹം കാച്ചീവനായിരുന്നല്ലോ. കമലാസുര എന്ന മാധവിക്കുട്ടിയെ പോലെ ഇസ്ലാമിനെ വാരിപ്പുണർന്ന എത്രായിരക്കണക്കിന് വിശുദ്ധരന്മാരാ, ചിന്തകന്മാരാ, എഴുത്തുകാരാ, കവികളാ, തത്വജ്ഞാനികളാ, ഇവരെല്ലാം ഹബീബിനെ വിമർശിച്ചവരായിരുന്നല്ലോ. ഫിത്ന എന്ന സിനിമ ഇറക്കിയിട്ട് അതിന് വെള്ളവും വളവും കൊടുത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി മോശമായി എഴുതിയ ആള്. പ്രതികരണങ്ങൾ ഉണ്ടായപ്പോൾ, പ്രതിഷേധങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പ്രതിഷേധിക്കുന്നു എന്ന് ചിന്തിച്ചോ. ആ സമയത്ത് റസൂലുള്ളാഹിനെ പറ്റി പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ റസൂലുള്ളാഹിനെ പറ്റി പഠിച്ചപ്പോൾ അറിയാതെ അവർ പറഞ്ഞു പോയി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ വികാരം അടങ്ങുന്നില്ല. ഹൃദയം ഇങ്ങനെ പടയ്ക്കുകയാ, നെഞ്ചകം ഇങ്ങനെ തുടിക്കുകയാ. അദ്ദേഹം ഇവിടെ നിന്ന് കയറി എങ്ങോട്ടാ? ഹബീബായ നബി കിടക്കുന്ന മദീനത്തുൻ നബവിയിലെ ഖുബ്ബത്തുൽ ഖളറാഇന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖുദ് ബിയദി യാ ഹബീബല്ലാഹ് ഖുദ് ബിയദി, എന്റെ കൈയൊന്ന് പിടിക്കൂ നബിയേ, എന്ന് ഒന്ന് ചേർത്ത് നിർത്തൂ നബിയേ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ചെന്ന് ഹബീബായ നബി തങ്ങളോട് നേരിട്ട് സലാം ചൊല്ലിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പൊരുത്തം ചോദിച്ചിട്ട് മടങ്ങി വന്നു. പള്ളികളുടെ മിനാരങ്ങളൊക്കെ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകള് അവസാനം ഇന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ട് ഇന്ത്യ രാജ്യത്തെ അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മിനാരമുള്ള പള്ളി വെച്ച് കൊടുക്കാൻ നടക്കുകയാ. ഇസ്ലാമിനെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങൾ പറഞ്ഞിട്ടുള്ളവരും ആക്ഷേപങ്ങൾ തെറ്റായിരുന്നു എന്ന് സമ്മതിച്ചിട്ട് ഇസ്ലാമിനെ വാരിപ്പുണർന്ന ചരിത്രം ഇന്നലെ സാക്ഷിയാ, വർത്തമാനകാല സാക്ഷിയാ, ഇൻഷാ അല്ലാഹ് ഭാവിയും സാക്ഷിയാ. ഞാൻ പറഞ്ഞു വന്നത് നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ പറ്റി വിമർശിക്കുന്നവരോട്, ആക്ഷേപിക്കുന്നവരോട് പറയാനുള്ളത് എന്തുകൊണ്ടെന്നറിയോ? എന്റെ റസൂലുള്ള പ്രായം കുറഞ്ഞ ആയിഷയെ വിവാഹം കഴിച്ചതെന്തിനാ? പ്രായം കൂടിയ സൗദയെ വിവാഹം കഴിച്ചതെന്തിനാ? വേറൊന്നിനുമല്ല. ഓരോ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് ആ പ്രായത്തിലുള്ള സ്ത്രീകളാകുന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാകുന്ന മഹിളാരത്നങ്ങളുടെ പാരമ്പര്യം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയായിരുന്നു. അങ്ങനെയാണ് വിവിധ പ്രായത്തിലുള്ള ഭാര്യമാരെ വിവാഹം കഴിച്ചത്. അവരുടെ ചാപല്യങ്ങൾ, അവരുടെ വികാരങ്ങൾ, അവരുടെ വിചാരങ്ങൾ ഇതെല്ലാം ഇന്നത്തെ ഉമ്മത്തിലെ സ്ത്രീകൾക്ക് മാതൃകയാണ്. ആ മാതൃകയാകാൻ വേണ്ടിയിട്ടാണ് പല രീതിയിലുള്ള പല പ്രായത്തിലുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചത്. അത് സമ്മതിക്കുന്നുണ്ട് ഇന്ന് ലോകം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ഹബീബിനെ പിൻപറ്റാം. ഫത്തബിഊനി, നമ്മുടെ ഹബീബിനെ പിൻപറ്റുക. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ആകെ നമുക്ക് അനുവദിച്ചിട്ടുള്ള 3/4 മണിക്കൂറാ. അതിനിടയിൽ ദുആയും നടക്കണം, ബാക്കി കാര്യവും പറയണം. അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ. ദുആക്ക് ഇജാബത്തുള്ള മണ്ണാണ്, ദുആക്ക് ഇജാബത്തുള്ള നാടാണ്. അള്ളാഹു അത് എന്നും ഈ പ്രശസ്തി അള്ളാഹു അതിന്റെ കൊടുമുടിയിൽ എത്തിക്കുമാറാവട്ടെ. എന്റെ പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ നബിതങ്ങളുടെ ഇത്തിബാഅ് സുന്നത്ത് നമുക്ക് മുറുകെ പിടിക്കാം. എന്തിലാ മാതൃകയില്ലാത്തത്? ഇല്ലേ? നമ്മുടെ ഇതിന്റെ മുഖ്യ പ്രവർത്തകനായ റമീസ് എന്നല്ലേ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കശാപ്പ് നടത്തുന്ന ആളല്ലേ? ലോകത്ത് കശാപ്പ് നടത്തുന്ന ആളുകൾക്ക് റസൂലുള്ള മാതൃകയാണ്. ഒരു ദിവസം ആടിനെ ഉരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സഹാബി, അതിന്റെ തോല് നീങ്ങുന്നില്ല.
അതിന്റെ തോല് മാംസത്തിൽ നിന്ന് വിട്ടുമാറുന്നില്ല. നബി തങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് തന്റെ ജുബ്ബ കമീസ് അതങ്ങോട്ട് മാറ്റിയിട്ട് ആ സഹാബിയോട് പറഞ്ഞു, ഇതാ നോക്കിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് വലത് കൈ ആ മാംസത്തിന്റെയും തോലിന്റെയും ഇടയിലേക്കിട്ട് മുന്നിലോട്ടും പിന്നിലേക്കും വീശിയപ്പോൾ ആ തുകൽ ഉരിഞ്ഞു വന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇവിടത്തെ കശാപ്പുകാർക്ക് മാതൃകയാണ് നബി മുഹമ്മദ് മുസ്തഫ. ഇന്നിപ്പോ ഓരോന്ന് ഞങ്ങളുടെ ഹബീബ് ഞങ്ങളെ പഠിപ്പിച്ചത്, ഞങ്ങളുടെ മുത്ത് ഞങ്ങളെ പഠിപ്പിച്ചത് എങ്ങനെ തുപ്പണമെന്നാ ഞങ്ങളെ പഠിപ്പിച്ചത്. മുന്നോട്ടും വലത്തോട്ടും തുപ്പാൻ പാടില്ല, ഇടതുഭാഗത്തും പിൻഭാഗത്തെ തുപ്പാൻ പാടുള്ളൂ എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ നേതാവാ. മറ്റ് സമുദായക്കാർ നിസ്സാരമായി കാണുന്നത് പോലും ഞങ്ങളുടെ ഹബീബ് അത് വലിയ ഇബാദത്തായി ഞങ്ങളെ പഠിപ്പിച്ചു. അത് ഞങ്ങൾ ഇന്നും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് അങ്ങനെ ഒരു നേതാവ് വേറെ ആരാ ഉള്ളത്? അതുകൊണ്ട് പിൻപറ്റുക, നബിതങ്ങളെ പിൻപറ്റുക. ആ നബിതങ്ങളെ പിൻപറ്റിയാൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമുക്കുണ്ടാകും. അള്ളാഹുവിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഒരു ദുആ എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾക്ക്, നിങ്ങളുടെ ഭക്ഷണം തന്ന് നിങ്ങളുടെ പൈസ തന്ന് ഞാൻ ആദ്യമായിട്ട് ഞാൻ തുറന്നു പറയുന്ന ആളാ. എനിക്ക് അതിന്റെ പേരിൽ എന്തൊക്കെ തകർന്നാലും എന്തൊക്കെ എനിക്കതൊരു പ്രശ്നവും ഇല്ല. അത് ഞാൻ അഹങ്കാരത്തോട് പറയുന്നതല്ല. എന്ന് ഞാൻ അങ്ങനെ ആയിപ്പോയി. ഞാൻ ആദ്യമായി ആസാർ സാറിനൊക്കെ അറിയാം, ഞാൻ ആദ്യമായി 500-ന്റെ ഒരു നോട്ട് കാണുന്നത് ചിറ്റുമൂലയിൽ വന്നിട്ടാണ്. ഞാൻ അത്രയും വലിയ ദാരിദ്ര്യത്തിൽ നിന്നാണ് അൽഹംദുലില്ലാ ഇവിടെ എത്തിച്ചേർന്നത്. എന്നോട് എപ്പോഴും പറയും, വാഹിദക്കായും ഒക്കെ ഒരുപാട് പേര് പറയുമായിരുന്നു വീട് വെക്കണം. അന്ന് എന്റെ വീട് കണ്ടിട്ട് എന്റെ നാട്ടുകാരായ ചിറ്റുമൂലക്കാർ കരഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്കൊരു വീട് വേണം മോനെ എന്ന്. അന്നൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഉസ്താദ് കാണാതെ ഞാനൊരു മൊബൈൽ ഉപയോഗിക്കുമായിരുന്നു. അത് പിന്നീട് പലരും ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാൻ പലപ്പോഴും അറിഞ്ഞിട്ടുണ്ട്, കമ്മിറ്റിക്കാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ മൊബൈൽ ഉണ്ട്, പിന്നെ ഞാൻ നിന്നെ പറയാത്തതാന്ന് പറഞ്ഞു. ആ സമയത്തും എന്നോട് കാവില് വായിതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് നീ ഒരു മിസ് കോൾ അടിച്ചാൽ മതി, ഞാൻ വിളിച്ചോളാം, പിന്നെ നീ എന്നെ വിളിക്കുന്നൊരു കാലം വരും, അന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇല്ലേ? വളരെ ശരിയാണ്. ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ഈ നിലയിൽ എത്തിച്ചു തന്നു. എനിക്ക് ആദ്യമായി ഞാൻ നല്ല ഭക്ഷണം കഴിച്ചത് ഈ മണ്ണിൽ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഞാൻ പഠിച്ചെടുത്തൊക്കെ നല്ല ഭക്ഷണം കിട്ടി. പക്ഷേ അന്നൊക്കെയും ഞാൻ എന്റെ പ്രായക്കുറവും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഒരു പിന്നെ ഒരു അകൽച്ചയും അല്ലെങ്കിൽ ഒരു മടിയുമൊക്കെ ആയിരുന്നു. ഞാൻ ചടയമംഗലത്തതിന് മുമ്പ് പഠിക്കുമ്പോൾ അബ്ദുൽ ലത്തീഫ് സാറും ഷംസ് സാർ എന്നൊക്കെ പറയുന്ന 2 അധ്യാപകരുടെ വീട്ടിലാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. എന്നെ വലിയ ജീവനായിരുന്നു അവർക്ക്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഞാനൊരു പരിപാടിക്ക് പോകുമ്പോൾ ആ വീടുകളിൽ പോവുകയും ചെയ്തു. എന്റെ പ്രിയപ്പെട്ടവരെ, നല്ല നിലയിൽ നിങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങളുടെ ഭക്ഷണം കൊണ്ട്, നിങ്ങൾ തന്ന സൗകര്യം കൊണ്ട് ഞാൻ പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പഠിച്ചതിൽ നിന്നൊരു ദുആ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ എഴുതി പഠിക്കും. നിങ്ങൾ എത്ര ഉലമാക്കളുണ്ട് ഈ നാട്ടില്, ആ ഉലമാക്കളിൽ നിന്ന് എഴുതി പഠിക്കണം ഒരൊറ്റ ദുആ. ആ ദുആ നിങ്ങൾ ഏത് സമയത്തെയും നിങ്ങളുടെ ദുആയിൽ അത് ഉൾപ്പെടുത്തണം. സഹോദരിമാരെ, എഴുതി പഠിക്കണം. ഇത് ലൈവ് പിന്നീടായാലും നിങ്ങൾക്ക് കിട്ടുമല്ലോ. ആ ദുആ നിങ്ങൾ എഴുതി പഠിക്കണം. ഈ തുറമുദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ആ ദുആ പഠിപ്പിച്ചത്. ചെറിയൊരു ദുആയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. എന്താണ് ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലി യുഖർരിബു ഇലാ ഹുബ്ബിക. ഈ ദുആ പഠിക്കുക. എന്താണ് ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക. അല്ലാഹുവേ, നിന്നോടുള്ള ഇഷ്ടം എനിക്ക് നീ തരണേ അല്ലാഹ്. എന്റെ ഹബീബ് ചോദിച്ചതാ. ഖാബ കൗസൈനിയുടെ ബന്ധമുണ്ടായി. ജിബ്രീലിനെ കെട്ടിപ്പിടിച്ച് 7 വാനങ്ങളും സപ്തവാനങ്ങളും താണ്ടി എല്ലാ ലോകങ്ങളെയും കീഴടക്കിയിട്ട് എന്റെ ഹബീബ് പോകുമ്പോ ആ പടച്ച തമ്പുരാനോടുള്ള പ്രണയം ഭൂമിയിൽ വന്നിട്ട് മണ്ണിൽ വന്നിട്ട് ചോദിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക. എനിക്ക് വേണ്ടത് നിന്നോടുള്ള പ്രണയമാണ് തമ്പുരാനെ. ബാക്കിയുടെ കേട്ടോ, ബാക്കിയും കേട്ടോ. ആ നിന്നോടുള്ള പ്രണയം മാത്രം പോരാ, നിന്നെ ഇഷ്ടപ്പെടുന്നവരോടുള്ള ഇഷ്ടവും എനിക്ക് തരണേ അല്ലാഹ്. രണ്ടാമത്തേത്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക. നിന്നെ സ്നേഹിക്കാൻ എനിക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. വഹുബ്ബ മൻ യുഹിബ്ബുക. നിന്നെ ഇഷ്ടപ്പെടുന്ന ആരിഫീങ്ങൾ, ഔലിയാക്കൾ, പണ്ഡിതന്മാര്,
ആസാദ് സാറിന്റെ പ്രസംഗം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറയുമായിരുന്നു, ചുറ്റുമൂലം മഹലിന്റെ പ്രത്യേകതയാണ്, കറാമത്താണ്. ഒരു ഉസ്താദും കുട്ടികളും പടിയിറങ്ങിയാൽ അടുത്ത ഉസ്താദും കുട്ടികളും പടി കയറുമായിരുന്നു. എന്തുകൊണ്ടാണ്? പതിറ്റാണ്ടുകളുടെ അല്ല, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യ, ദർസി പാരമ്പര്യം, ഈ ചരിത്രങ്ങൾ ഇറങ്ങിക്കിടക്കുന്ന മഹാരഥന്മാരുടെ പാദസ്പർശനം കൊണ്ട് ധന്യമായ ചുറ്റുമൂലയിലുണ്ടായത്. അവർ ഉലമാക്കളെ സ്നേഹിച്ചത് കൊണ്ടാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഉലമാക്കളോടുള്ള ഇഷ്ടം അവർക്കുണ്ടായിരുന്നു. ആ ഇഷ്ടമാണ് ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ ജാജ്വല്യമാനമായി നിലനിൽക്കുന്നത്. നബി തങ്ങൾ മൂന്നാമത് പറയുന്നത് വഹുബ്ബ അമലി യുഖർരിബു ഇലാ ഹുബ്ബിക. ഈ ജൈൻസിന്റെ പ്രവർത്തകർ അങ്ങനെയാണ്. ഈ ജൈൻസിന്റെ പ്രവർത്തകർ അങ്ങനെയാണ്. എങ്ങനെ? അല്ലാഹുവേ, നിന്നോടുള്ള ഇഷ്ടം മാത്രമല്ല, നിന്നെ ഇഷ്ടപ്പെടുന്നവരോടുള്ള ഇഷ്ടവും എനിക്ക് വേണം. വഹുബ്ബ അമലി യുഖർരിബു ഇലാ ഹുബ്ബിക. നിന്നെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. അതും ഞാൻ ചോദിക്കുകയാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാ? സാധുക്കളെ സഹായിക്കല്. സാധുക്കളെ സഹായിക്കലാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് സാധുക്കളെ സഹായിക്കലാണ്. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. മഴ പെയ്ത് അത് പെയ്യോട്ടെ, ഇൻഷാ അല്ലാഹ്. ഇഷ്ടംപോലെ സൗകര്യം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കയറി ഇരുന്നോളി ഇൻഷാ അല്ലാഹ്. എവിടെ നിന്നാലും വയത് കേട്ടാൽ മതി. കടയിൽ നിന്നോ എവിടെ ഇരുന്നോ എനിക്ക് അതൊന്നും പ്രശ്നമല്ല. ഞാനൊരു ഉദാഹരണം പറയാം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? നമസ്കാരമാണ്. പല സന്ദർഭങ്ങളിലും പല ഹദീസുകൾ വന്നിട്ടുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, നോമ്പ് പിടിക്കുന്നല്ലോ, നോമ്പിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ അതിന് പരിഹാരം എന്താണ്? കഫാറത്ത് കൊടുക്കണം, ഫിദിയ കൊടുക്കണം. അത് അരി. ആർക്ക്? അള്ളാഹ് അരി എന്തിനാ? അള്ളാഹ് അരി വേണോ? അള്ളാഹ്ക്ക് നമ്മുടെ അരിയുടെ ആവശ്യമൊന്നുമില്ല. ഈ അരി ആർക്ക് കൊടുക്കണം? സാധുക്ക് കൊടുക്കണം. സത്യം ചെയ്ത് മുടക്കേണ്ടി വന്നു, അതിന് കഫാറത്ത് എന്താ? തുതഇമുൽ മിസ്കീൻ. പാവങ്ങൾക്ക് അരി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. ഏത് അമലെടുത്ത് പരിശോധിച്ചു നോക്ക്, അതിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു പോയാൽ അതിന് അള്ളാഹു പരിഹരിക്കുന്നത് സാധുക്കൾക്ക് അരി കൊടുത്തുകൊണ്ടാണ്. കാരണം എന്താ? പടച്ചവനോടുള്ള ഹക്കിൽ വന്ന വീഴ്ചകളെ പരിഹരിക്കാൻ ദുനിയാവിൽ അള്ളാഹു നമ്മോട് പറഞ്ഞ കാര്യം പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാണ്. അപ്പൊ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? ആഹാരം കൊടുക്കല്. അപ്പൊ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, നിന്നോടുള്ള പ്രണയം ഞാൻ ചോദിക്കുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ ഇഷ്ടപ്പെടുന്ന ഉലമാക്കൾ, അമ്പിയാക്കൾ, ആരിഫീങ്ങൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, മഹത്തുക്കൾ, അവരുടെ ഇഷ്ടവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബ അമലി യുഖർരിബു ഇലാ ഹുബ്ബിക, നിന്നെ ഇഷ്ടപ്പെടാൻ കാരണമാകുന്ന പ്രവൃത്തികളൊക്കെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതാണ് പാവങ്ങളെ സഹായിക്കൽ. അതാണ് പാവങ്ങളെ സഹായിക്കൽ. അതുകൊണ്ടാണല്ലോ ദാവൂദ് നബി വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞത്, യാ ദാവൂദ് അൽ മാലു മാലി വൽ ഫുഖറ വഇയാലി വൽ അഗ്നിയ വകലാഇ ഫംബഖില വകലാഇ ല ഇയാലി അദഖതുകും ബബാലി വല ഉബാലി. ദാവൂദ് നബി വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞതാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഷാഫി ഉസ്താദിന്റെ ഖുതുബകൾ ഇത് കേൾക്കാൻ കഴിയുമായിരുന്നു. യാ ദാവൂദ് അൽ മാലു മാലി വൽ ഫുഖറ വഇയാലി വൽ അഗ്നിയ വകലാഇ ഫംബഖില വകലാഇ ല ഇയാലി അദഖതുകും ബബാലി വല ഉബാലി. ദാവൂദ് നബിയെ, എന്റെ അടിമകൾ എന്റെ ഇഷ്ടക്കാരാണ്, എന്റെ കുടുംബക്കാരാണ്, എന്റെ സമ്പന്നർ എന്റെ ഏജന്റുമാരാണ്. എന്റെ ഏജന്റുമാർ എന്റെ കുടുംബക്കാരോട് ലുബ്ധ കാണിച്ചാൽ അതൊക്കെ തുകുംബാലി വല ഉബാലി, അവരെ ഞാൻ വിടില്ല, ഞാൻ ശിക്ഷ കൊടുക്കും, ഞാൻ പണി കൊടുക്കും. അപ്പൊ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ്? പാവങ്ങളെ സഹായിക്കല്. നിങ്ങൾക്കറിയോ, നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ വന്നിട്ട് ചോദിക്കുക, അള്ളാഹുവിനെ കരുതി സഹായിക്കണം. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കണം, എന്തെങ്കിലും കൊടുക്കണം, നമ്മൾ യാചിച്ചിട്ടെങ്കിലും കൊടുക്കണം, നമ്മൾ തെണ്ടിയെങ്കിലും കൊടുക്കണം. എന്തുകൊണ്ട്? അള്ളാഹുവിനെ മുൻനിർത്തി നമ്മളോട് ചോദിച്ചാൽ ഈ സംഘാടകർ ഈ ഒരു മഹത്തായ സംരംഭത്തിന് ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കുന്നത് ഒരു പക്ഷേ ഈ നാട്ടിൽ ഏതെങ്കിലും പാവപ്പെട്ടവർ അങ്ങനെ ചോദിച്ചിട്ടുണ്ടാകാം. പല നാടുകളിലും അങ്ങനെ ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിനെ സാക്ഷിയാക്കി ഞാൻ ചോദിക്കുന്നു, വല്ലതും തരണേ എന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ കൊടുത്തിരിക്കണം. എന്തുകൊണ്ടാണ്? മഹാനായ ഖളർ നബി അലൈഹിസ്സലാം, ഖളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം, പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം നടന്നു വരുമ്പോൾ, ഒരു മാർക്കറ്റിലൂടെ നടന്നു വരുമ്പോൾ മഹാനായ ഖളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇമാം അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പൊന്നാര നബി തങ്ങൾ
എന്നിട്ട് സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. സഹാബ, നിങ്ങൾക്ക് ഖിദർ നബിയുടെ ഒരു സംഭവം അറിയോ? എന്താ നബിയെ പറയൂ? അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. എന്താ നബിയെ പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ തിരുദൂതൻ അള്ളാന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്. ഖിദർ നബി അലൈഹിസ്സലാം ഒരു ദിവസം നടന്നു വരുമ്പോ ആ നടന്നു വരുന്ന സന്ദർഭത്തിൽ മഹാനായ ഖിദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിൽ ഒരാൾ വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അസ്അലുക ബിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹ് കൊണ്ട് നിങ്ങളോട് ചോദിക്കുകയാ, അള്ളാഹനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാ, എന്നെ സഹായിക്കണേ. ഞാൻ സ്വാതന്ത്ര്യ പത്രം എഴുതപ്പെട്ട മോചന പത്രം എഴുതപ്പെട്ട അടിമയാണ്. എന്നെ സഹായിച്ചാൽ ഞാൻ സ്വതന്ത്രനാണ്. അതുകൊണ്ട് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ആ സമയത്താണ് പറഞ്ഞത്, ഇന്നി അസ്അലുക ബിവജ്ഹില്ലാ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് അല്ലാഹുവിന്റെ വജ്ഹിനെ കാംക്ഷിച്ചുകൊണ്ടാ, റബ്ബിനെ മുൻനിർത്തിക്കൊണ്ടാ, എന്നെ പടച്ചവനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, തരണേ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞതെന്തെന്നറിയോ? ആമന്തു ബില്ലാഹ്, എനിക്ക് എന്റെ റബ്ബിനെ വിശ്വാസമാണ്. മാ ഇൻദി ശൈഉൻ, എന്റെ കയ്യിൽ ഒന്നുമില്ല സഹോദരാ, പക്ഷെ നിങ്ങൾ പറഞ്ഞത് അല്ലാഹുവിനെ സാക്ഷിയാക്കിയാണല്ലോ, അല്ലാഹനെ മുൻനിർത്തി നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ, എനിക്ക് തരാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു നയാ പൈസ എന്റെ കയ്യിലില്ല. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, തഅഖുദനി ഫതബീഅനി, നിങ്ങൾ എന്നെ കൊണ്ടുപോയി വിറ്റോ, നിങ്ങൾ എന്നെ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോകണോ വിറ്റോ, ഏത് മാർക്കറ്റിലും നിങ്ങൾക്ക് കൊണ്ടുപോയി എന്നെ കച്ചവടം ചെയ്യാ, എന്നെ ഒരു അടിമയാക്കി നിങ്ങൾക്ക് വെക്കാ. കാരണം ഞാൻ നിങ്ങളുടെ മുന്നിലെ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിനെ മുൻനിർത്തിയാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ എന്റെ റബ്ബിനെ എനിക്ക് കണ്ടുമുട്ടാൻ എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യന്റെ ദാരിദ്ര്യത്തിന്റെ പേരിൽ ആ മനുഷ്യനെ രക്ഷപ്പെടാനുള്ള മോഹത്തിന്റെ പേരിൽ ഖിദർ നബിയുടെ കൈ പിടിക്കുകയാ. അടുത്തിട്ടുള്ള മാർക്കറ്റിൽ ചെന്ന് സഹോദരങ്ങളെ 400 ദിർഹമിന് വിറ്റു. 400 ദിർഹം 400 ദിർഹമിന് വിൽക്കുകയാ. ഖിദർ നബി അലൈഹിസ്സലാമിനെ ഒരു സമ്പന്നൻ വാങ്ങി. അയാൾ നല്ല മനുഷ്യനായിരുന്നു. 400 ദിർഹമിന് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റത് മൂരിയല്ല, കാളയല്ല, പോത്തല്ല, ആടല്ല, മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിനെ സംസ്കാരം പഠിപ്പിച്ച, മര്യാദ പഠിപ്പിച്ച, അദബ് പഠിപ്പിച്ച സയ്യിദുനാ ഖിദർ അലൈഹിസ്സലാം 400 ദിർഹമിന് മാർക്കറ്റിൽ വിറ്റു. ഇത് എവിടെയെങ്കിലും സിനിമയുടെ കഥയല്ല, ഇതേതെങ്കിലും സീരിയലിന്റെ ക്ലൈമാക്സ് അല്ല, ഇതേതെങ്കിലും നാടകത്തിന്റെ ഇതിവൃത്തമല്ല. പ്രിയപ്പെട്ടവരെ, അബൂ ഉമാമയെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഇന്നേ വരെ സത്യത്തിന്റെ ലാഞ്ചനാദരങ്ങളിലും നടന്നു വീണിട്ടില്ലാത്ത ആമിനയുടെ പൊന്നുമോനെ, അബ്ദുള്ളയുടെ തങ്കക്കുടമേ, നമ്മുടെ വികാരമേ, നമ്മുടെ രോമാഞ്ചമേ, നബിയുൽ ഹറമൈനി ഇമാമുൽ ഖിബ്ലതൈനി റൂഹി ഫിദാ അഹ്മദ് മുജ്തബ ത്വാഹ റസൂലുള്ളാഹ്. ഒരിക്കലും കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ, അബൂജഹൽ പോലും സമ്മതിച്ച സത്യസന്ധനായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രവാചക പ്രഭു പറഞ്ഞാൽ കള്ളമില്ല, കാപട്യമില്ല. ആ പ്രവാചകം പഠിപ്പിച്ചു. ഖിദർ നബി അലൈഹിസ്സലാമിനെ 400 ദിർഹമിന് വിറ്റു. അങ്ങനെ വിറ്റ് വാങ്ങിയ ആള് വീട്ടിൽ കൊണ്ടുപോയി ജോലിയൊന്നും ചെയ്യിപ്പിച്ചില്ല. ചോദിച്ചു, ഖിദർ നബി എന്നെ ജോലി ചെയ്യിപ്പിക്കാത്തതെന്താ? നിങ്ങൾ പ്രായമുള്ള മനുഷ്യനല്ലേ, കണ്ടാ തന്നെ പക്വതയുള്ള നല്ല മനുഷ്യനാണ്, നിങ്ങളെ എങ്ങനെയാണ് ഞാൻ ജോലി ചെയ്യിപ്പിക്കുക? ഇല്ല, നിങ്ങൾ എന്നെ വില കൊടുത്തു വാങ്ങിയതാണ്, നിങ്ങൾ എന്നെ ജോലി ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞു. അവസാനം അവിടെ കിടക്കുന്ന കല്ലുകൾ നീക്കാൻ വേണ്ടി പറഞ്ഞു. അറിയുമോ, 6 പേര് പിടിച്ചാൽ പൊങ്ങാത്ത പാറ മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം ഒറ്റക്കെടുത്ത് മാറ്റുകയാ. അങ്ങനെ അത്ഭുതപ്പെട്ട മനുഷ്യൻ കുറെ നേരം നോക്കി നിന്നു. എന്തോ ഒരു അത്ഭുത സിദ്ധിയുള്ള മനുഷ്യനാ
മനുഷ്യനാണെന്ന് ആ യജമാനൻ തീരുമാനിച്ചു, ചിന്തിച്ചു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നു. ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും ജോലി തന്നിട്ട് പോകുമോ? നിങ്ങൾക്ക് എന്ത് ജോലി തരാനാ? എന്ത് തന്നാലും ഞാനത് അനുസരിച്ചോളാ. ആ സമയത്ത് മഹാനായ ഖുദർ നബി അലൈഹിസ്സലാമിന് കൊടുത്ത ജോലി എന്തെന്നറിയോ? ആ കല്ലുകളെടുത്ത് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അടുക്കി വെക്കുവോ? ഒന്ന് ക്ലിയർ ആക്കി വെക്കുമോ? സഹോദരങ്ങളെ, ചോദിച്ചു, എന്തിനാണ് വീട് നിർമ്മിക്കാനാ? ആ മനുഷ്യൻ 6 ദിവസങ്ങൾ യാത്ര പോയി. 6 ദിവസങ്ങൾ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ സുബ്ഹാനല്ലാഹ്, മനോഹരമായ ഒരു കെട്ടിടം നിർമ്മിച്ച് വെച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ സഹായമല്ലേ? പടച്ചവന്റെ സഹായമുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരെയാ ഭയക്കുക? സഹോദരങ്ങളെ, നല്ല ഒരു വീട് നിർമ്മിച്ചപ്പോൾ ആ വീട് നിർമ്മാണം കഴിഞ്ഞപ്പോ അത്ഭുതം തോന്നിയിട്ട് സംഭീതനായി, പരിഭ്രമചിത്തനായി, വിഷാദ വിഷണനായി, വ്യാകുല വിഹോലനായി ആ യജമാനൻ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? അതൊക്കെ ഞാൻ അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആ യജമാനൻ ചോദിച്ചു, നിങ്ങളാരാ? അപ്പോൾ ഖുദർ നബി പറഞ്ഞു, അതിവിടെ ഒരിക്കലും ഇവിടെ അതിന്റെ പ്രസക്തിയില്ലല്ലോ, അതിവിടെ പ്രസക്തമല്ലല്ലോ. അല്ല, എനിക്കറിയണം നിങ്ങളാരാ. അത് ഞാൻ പറയൂല. ആ സമയത്ത് ആ മനുഷ്യൻ ചോദിക്കുന്നു, അസ്അലുക ബിവജ്ഹില്ലാ. പടച്ചവനെ മുൻനിർത്തി ചോദിക്കുന്നു, നിങ്ങൾ ആരെന്ന് പറ. വീണ്ടും ആ വാക്കങ്ങ് കേട്ടപ്പോ ഖുദർ നബി അലൈഹിസ്സലാം പറഞ്ഞത്, വവജ്ഹുല്ലാഹി ഔഖഅനി ഫിൽ ഉബൂദിയ്യ. ഇതേ വജ്ഹുള്ളയാണ് എന്നെ അടിമയാക്കിയത്. ഇതേ പടച്ചവന്റെ വജ്ഹ് കൊണ്ട് ചോദിച്ചപ്പോഴാ ഞാൻ അടിമയായത്. ആ വജ്ഹ് കൊണ്ട് നിങ്ങൾ വീണ്ടും ചോദിച്ചിരിക്കുന്നു. എനിക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അന ഖലർ, ഞാനാണ് ഖലർ. ആ സമയത്ത് അത്ഭുതം തോന്നി അദ്ദേഹം പറഞ്ഞു, മാപ്പാക്കണേ, മാപ്പാക്കണേ, ഞാൻ ആളറിഞ്ഞില്ല, എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് ഖദർ നബിയെ പറഞ്ഞു വിട്ടു. ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, എത്ര പാവങ്ങളാ നമ്മുടെ മുമ്പിൽ വന്നിട്ട് അല്ലാഹുവിനെ സാക്ഷിയാക്കി ചോദിച്ചത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ചോദിച്ചത്. ഒരു നേരത്തെ ഭക്ഷണം നന്നായിട്ട് കഴിക്കാൻ കഴിയാത്തവര്, ഒരു മരുന്ന് വാങ്ങി തിന്നാൻ കഴിയാത്തവര്, ഒരു നാണം മറയ്ക്കാൻ ഒരു ഡ്രസ് എടുക്കാൻ കഴിയാത്തവര്, എത്ര പേര് നമ്മുടെ കയ്യിൽ മുമ്പിൽ വീട്ടിൽ മുമ്പ് വന്ന് ചോദിച്ചു. ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് നേടാനാ? ഇതൊക്കെ ഒരുപാട് സ്വരൂപിച്ചു വെച്ചിട്ട് എന്ത് നമുക്ക് നേടാനാ? കോടീശ്വരന്മാര്, കോടിപതികൾ, ലക്ഷപ്രഭുക്കളൊക്കെ ജീവിച്ചത് ഏതാനും കൊല്ലങ്ങൾ നമ്മൾ കണ്ടില്ലേ? വെറും പാവപ്പെട്ടവനായി ജീവിച്ചല്ലോ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കഷ്ടപ്പെട്ടില്ലേ സഹോദരങ്ങള്? ഒരു സെക്കൻഡ് മതി പ്രിയപ്പെട്ടവരെ, ഒരു സെക്കൻഡ് മതി നമുക്ക് അല്ലാഹു നമ്മുടെ സമ്പത്ത് തിരിച്ചെടുക്കാൻ. അത് തിരിച്ചെടുക്കാതിരിക്കണോ? ഒരിക്കലും നിങ്ങൾ നമ്മുടെ പടച്ചവന്റെ കുടുംബക്കാരെ വേദനിപ്പിക്കരുത്. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടി വിവാഹം കഴിച്ചേക്കപ്പെടാൻ ഭാഗ്യം നിഷേധിക്കപ്പെട്ട് കണ്ണുനീര് കയ്യുമായി കഴിഞ്ഞാൽ, ഇവിടെ എത്ര വലിയ തഹജ്ജുദ് നിസ്കരിച്ചാലും, ഇവിടെ എത്ര ളുഹാ നമസ്കരിച്ചാലും, ഇവിടെ എത്ര വലിയ പള്ളികൾ നിർമ്മിച്ചാലും, താജ്മഹൽ അല്ല, കുത്തബ് മിനാർ അല്ല, ചെങ്കോട്ടയല്ല, ഡൽഹി മസ്ജിദ് അല്ല, അങ്ങനത്തെ എത്ര പള്ളികൾ നിർമ്മിച്ചാലും, ആ പള്ളികളിൽ എത്ര ആളുകൾ ജുമാ നമസ്കരിച്ചാലും, എത്ര വലിയ ഖുദ്സിന്റെ മോചനം പോലെ നമ്മൾ നമ്മുടെ നാടുകളെ മോചിപ്പിച്ചെടുത്താലും, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമുക്ക് അല്ലാഹുവിന്റെ അടിമകളായ സാധുക്കളെ സഹായിക്കാതിരുന്നാൽ അല്ലാഹു നമ്മുടെ അമലുകൾ ഒന്നും നാളെ സ്വീകരിച്ചെന്ന് വരൂല. അതുകൊണ്ടാണ് പടച്ചവൻ നാളെ ചോദിക്കുന്നത്, നിനക്ക് ഒരുപാട് അമലുകളൊക്കെ ഉണ്ട്, ശരിയാ, പക്ഷെ ഞാൻ പട്ടിണി കിടന്നപ്പോ നീ എന്തെനിക്ക് ഒരു നുള്ളു ഭക്ഷണം തരാത്തത്? ഞാൻ ദാഹിച്ചു കിടന്നപ്പോ എന്തുകൊണ്ട് നീ ഒരു തുള്ളി വെള്ളം തന്നില്ല? ഞാൻ നാണം മറയ്ക്കാൻ കഴിയാതെ കിടന്നപ്പോ എന്തുകൊണ്ട് എനിക്ക് നീ ഒരു ഉടുതുണി വാങ്ങി തന്നില്ല? അല്ലാഹുവേ, നീ റബ്ബുൽ ആലമീനാണ്, ഇതൊക്കെ നിനക്കുണ്ടോ? അപ്പൊ പറഞ്ഞത്, നിന്റെ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ പട്ടിണി കിടന്നപ്പോ നീ സഹായിച്ചിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവിടെ എത്തിക്കാൻ കഴിയുമായിരുന്നല്ലോ. അതുകൊണ്ട് ചെയ്യണ സഹോദരങ്ങളെ,